അങ്ങനെ മുന്നണികൾ പലവിധ അവകാശവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർത്താറുണ്ട്. പൂർത്തിയായ വികസന പ്രവർത്തനങ്ങൾ മുതൽ ക്ഷേമ പദ്ധതികൾ വരെ അങ്ങനെ പോകുന്നു അതിന്റെ പട്ടിക. പലതിന്റെയും ക്രെഡിറ്റ് എടുക്കാനും പരസ്പരം മത്സരമാണ്. ദേശീയപാത വികസനത്തിലെ വിവിധ മുന്നണികളുടെ അവകാശവാദങ്ങളാണ് ഉള്ളതാണോയിൽ ആദ്യം പരിശോധിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഏറ്റവും പ്രധാന പദ്ധതികളിലൊന്നാണ് ദേശീയപാത വികസനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി ദേശീയപാതയുടെ തലപ്പാടി ചങ്കള റീച്ചും വെങ്ങളം രാമനാട്ടുകര റീച്ചും ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കാതെ BJP സംസ്ഥാന അധ്യക്ഷനെ ക്ഷണിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചതും വിവാദമായിരുന്നു. പകരം രാമനാട്ടുകരയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സമാന്തര ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. തലപ്പാടിയിൽ CH കുഞ്ഞമ്പു MLA ആണ് ദേശീയപാത ഉദ്ഘാടനം ചെയ്തത്. UDF സർക്കാരിന്റെ കാലത്ത് ഉപേക്ഷിച്ച പദ്ധതിയാണ് LDF സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായത് എന്ന് CH കുഞ്ഞമ്പു പറഞ്ഞു. ഇവിടെ ഒരു പദ്ധതിക്ക് പല അവകാശികൾ ഉണ്ടാവുന്നു. പദ്ധതി നടപ്പാക്കാനാവാത്തതിനാൽ UDF സർക്കാരിനെ LDF കുറ്റപ്പെടുത്തുന്നു. പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ക്രെഡിറ്റ് എടുക്കുന്നു. കേരളത്തിലെ ദേശീയപാത വികസനം ആരുടെ നേട്ടമാണ്? ആയിരത്തി 1972 NH-17 പ്രഖ്യാപിക്കുന്നത്. മുംബൈയിലെ പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഈ പാത അക്കാലത്ത് കേരളത്തിൽ പലയിടത്തും പഞ്ചായത്ത് റോഡുകളുടെ അത്ര വീതിയുള്ള റോഡായിരുന്നു. ഇടുങ്ങിയ അങ്ങാടികളിലൂടെയും മറ്റും കടന്നുപോകുന്ന ഈ റോഡ് വലിയ വാഹനത്തിരക്ക് അന്നേ അനുഭവപ്പെട്ടിരുന്നു. ഇതോടൊപ്പം NH-47 പ്രഖ്യാപിച്ചു. സേലം മുതൽ കൊച്ചി വരെയായിരുന്നു ഈ ഹൈവേ. ഈ രണ്ട് ഹൈവേകളും കൊച്ചിയിൽ സംഗമിക്കുകയും ചെയ്യുന്നു. പൻവേൽ കന്യാകുമാരി ഹൈവേയാണ് കേരളത്തെ ഉത്തരേന്ത്യയുമായി കണക്ട് ചെയ്യുന്നത്. മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തെ ഉടനീളം ബന്ധിപ്പിക്കുന്ന ഹൈവേയും ഇതാണ്. ഈ ഹൈവേ പ്രഖ്യാപിച്ചെങ്കിലും ഈ റോഡ് ഹൈവേയായി വികസിപ്പിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി. അന്നത്തെ ഹൈവേ മാനദണ്ഡപ്രകാരം 30 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുത്ത് ഹൈവേ വികസിപ്പിക്കാനായിരുന്നു പദ്ധതി. 80കളിൽ തുടങ്ങിയ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായത് 2003 3 പതിറ്റാണ്ടോളം ഭൂമി ഏറ്റെടുക്കാനെടുത്തിട്ടും മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ ഈ ഹൈവേ പദ്ധതിയോട് ഒരു അനുഭവവും കാട്ടിയില്ല. അങ്ങനെ ഇരിക്കെയാണ് 2002 എക്സ്പ്രസ് ഹൈവേ എന്ന നൂതന ആശയവുമായി അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി MK മുനീർ രംഗത്തെത്തിയത്. കാസർഗോഡ് മുതൽ പാറശാല വരെ നീളുന്ന ആക്സസ് കൺട്രോൾഡ് ഹൈസ്പീഡ് കോറിഡോർ ആയിരുന്നു മുനീറിന്റെ സങ്കല്പത്തിലെ ആ റോഡ്. 100 മീറ്റർ വീതിയുള്ള റോഡിൽ 12 വരി പാതയും ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കുള്ള ഡക്റ്റുകളും ഭാവിയിൽ ബുള്ളറ്റ് ട്രെയിനുകൾക്കുള്ള ട്രാക്കും ഒക്കെ വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ ഭൂമി ഏറ്റെടുപ്പ്, പരിസ്ഥിതി നാശം, BOT പദ്ധതികളോടുള്ള എതിർപ്പ് എന്നിവ ഉന്നയിച്ച് പ്രതിപക്ഷമായ CPM തന്നെ പദ്ധതിയെ എതിർത്തു. CPM-നൊപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, സോളിഡാരിറ്റി, ചില ML പ്രസ്ഥാനങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പദ്ധതി വെച്ചുവെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് UDF സർക്കാർ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറി. 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്ത് ഹൈവേ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 45 മീറ്ററിലെ ഹൈവേ വികസിപ്പിക്കാനാവൂ എന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട്. അതായത് 30 കൊല്ലം കൊണ്ട് 30 മീറ്റർ ഭൂമി ഏറ്റെടുത്ത ശേഷം ഇനിയും 15 മീറ്റർ കൂടി ഏറ്റെടുക്കണമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. 30 വർഷത്തിനിടെ ഭൂമി വിട്ടു നൽകിയവർ വീടൊക്കെ പൊളിച്ചു മാറ്റി വേറെ പണിത് താമസം തുടങ്ങിയപ്പോൾ അത് വീണ്ടും ഒഴിപ്പിക്കുമെന്ന് വന്നതോടെ നിലവിലുള്ള 30 മീറ്ററിൽ 4 വരി പാത ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലയിലെ ഭൂവുടമകൾ 2005 സമരം തുടങ്ങി. എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം നയിച്ച VS അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രിയായി. ഇനി 1 ഇഞ്ച് ഭൂമി വിട്ടുതരില്ലെന്ന് പ്രഖ്യാപിച്ച് ഭൂവുടമകൾ നടത്തിയ സമരത്തെ അവഗണിക്കാൻ അച്യുതാനന്ദന് ആവുമായിരുന്നില്ല. അക്കാലത്ത് ഭൂമി ഏറ്റെടുക്കുന്നത് ദേശീയപാതാ നിയമപ്രകാരമാണ്. ഭൂമി ഏറ്റെടുത്താൽ കിട്ടുന്നത് പൊന്നും വില എന്ന പേരുള്ള തുച്ഛ വിലയായിരുന്നു. പുനരധിവാസം ഒന്നുമില്ല. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് റോഡ് നിർമ്മിക്കാൻ മൂലമ്പിള്ളിയിൽ നടന്ന ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കൽ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. ബംഗാളിലെ നന്ദിഗ്രാമിലും സിംഗൂരിലും കുടിയൊഴിപ്പിക്കലിനെതിരെ നടന്ന സമരത്തിന്റെ അലയൊലികൾ കേരളത്തിലും വ്യാപിച്ചു. എഴുത്തുകാരി മഹാശ്വേതാ ദേവി കേരളത്തിലുമെത്തി കുടിയൊഴിപ്പിക്കലിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഹൈവേ വികസനം പതിറ്റാണ്ടുകളായി വൈകുന്നു. കുടിയിറക്കപ്പെടുന്നവരുടെ പ്രതിഷേധം സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. 30 മീറ്ററിൽ ഹൈവേ വികസിപ്പിക്കണമെന്ന് വാദിച്ചവരും പോരാ 45 മീറ്റർ വേണമെന്ന് വാദിച്ചവരും അവരിലുണ്ടായിരുന്നു. 45 മീറ്ററിനായിരുന്നു ഭൂരിപക്ഷം. ഉത്തരേന്ത്യയിൽ 60 മീറ്ററിലാണ് ഹൈവേകൾ നിർമ്മിക്കുന്നതെങ്കിലും കേരളത്തിലും ഗോവയിലും ഭൂലഭ്യത കുറവായതിനാൽ നൽകിയ ഇളവാണ് 45 മീറ്റർ എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. ഇതിനിടെ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി. 45 മീറ്ററിൽ ഹൈവേ വികസിപ്പിക്കാൻ ആവശ്യമായ ഭൂമി സർവേ ആരംഭിച്ചു. സമരം എറണാകുളത്ത് നിന്ന് തൃശൂർ, മലപ്പുറം ജില്ലകളിലേക്ക് കൂടി വ്യാപിച്ചു. സർവേക്കെത്തുന്ന ഉദ്യോഗസ്ഥരെ ജനം തന്നെ തടയാൻ തുടങ്ങി. വീടുകൾക്ക് മുമ്പിൽ സർവേക്കെത്തുന്നവർക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു.
നന്ദിഗ്രാം സിംഗൂർ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടാം UPA സർക്കാരിലെ ഗ്രാമവികസന മന്ത്രിയായിരുന്ന ജയറാം രമേശ് പുതിയ ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസവും നിയമം തയ്യാറാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ പുനരധിവാസവും വിപണി വിലയും ഉറപ്പാക്കുന്നതായിരുന്നു പുതിയ നിയമം. മാത്രമല്ല, പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സാമൂഹിക ആഘാത പഠനം അനിവാര്യമാണെന്നും നിയമത്തിലുണ്ടായിരുന്നു. നിയമം വന്നതോടെ കേരളത്തിന്റെ ഹൈവേ വികസന പ്രതീക്ഷയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു. 2013 നിയമം വന്നുവെങ്കിലും സംസ്ഥാനത്ത് നിയമത്തിന്റെ ചട്ടം രൂപപ്പെട്ടിരുന്നില്ല. ഇതിനിടെ കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിലെത്തി. രാജ്യത്തെമ്പാടും പശ്ചാത്തല സൗകര്യ വികസനത്തിനാണെന്ന് ചൂണ്ടിക്കാട്ടി പടിപടിയായി ഇന്ധനവില വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം NHAIക്ക് കഴിഞ്ഞില്ല. 2015 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന് സംസ്ഥാനത്ത് ചട്ടം തയ്യാറായി. എന്നാൽ ഇതുപ്രകാരം നൽകേണ്ട വലിയ ഭൂമി വിലയിൽ തട്ടി ഭൂമി ഏറ്റെടുക്കൽ വീണ്ടും നീണ്ടു. കേരളത്തിൽ ഭൂമി ലഭ്യതയില്ലെന്നും ഭൂമിക്ക് വൻ വിലയാണെന്നുമായിരുന്നു ഹൈവേ വികസനം നടക്കാത്തതിന് കാരണമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാദം. ഭൂമി ഏറ്റെടുക്കലിൽ തട്ടി ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വൈകിയ സമയമാണത്. സമരത്തോട് പൊതുവെ ഉമ്മൻചാണ്ടി സർക്കാർ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചത്. സമരത്തെ തുടർന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസുകൾ അടച്ചുപൂട്ടി. BOT രീതിയിൽ ടോൾ പാടില്ല എന്ന സമരക്കാരുടെ ആവശ്യം പരിഗണിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 30 മീറ്ററിൽ 6 വരി പാത സംസ്ഥാന സർക്കാർ പണം മുടക്കി പണിയുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി. വികസന പദ്ധതികളെ എതിർക്കുന്നവരെ നേരിടുമെന്നും പദ്ധതികൾ പൂർത്തിയാക്കുമെന്നും പ്രഖ്യാപിച്ച പിണറായി വിജയൻ അധികാരമേറ്റയുടൻ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടു. സമരക്കാരുമായി ഒരു ചർച്ചയുമില്ല എന്നായിരുന്നു പിണറായി വിജയന്റെ നിലപാട്. ടോൾ കൊടുക്കുന്ന ദേശീയപാത വേണ്ട എന്ന സമരക്കാരുടെ നിലപാട് പിണറായി വിജയൻ സർക്കാർ തള്ളി. എന്നാൽ നിയമവും ചട്ടവും ഒക്കെ ഉണ്ടായിട്ടും ഭൂമി ഏറ്റെടുപ്പ് മാത്രം അപ്പോഴും നടന്നില്ല. ഭൂമി ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയത് 1954 ദേശീയപാത നിയമപ്രകാരമായിരുന്നു. ഭൂവുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. നോട്ടിഫിക്കേഷൻ പഴയ നിയമപ്രകാരമാക്കിയാലും നഷ്ടപരിഹാരവും പുനരധിവാസവും 2013 നിയമപ്രകാരമായിരിക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതോടെ സാമൂഹികാഘാത പഠനം നടത്തണമെന്ന 2013 നിയമം മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. കോടതി വിധിയോടെ സമരക്കാർ സമരം അവസാനിപ്പിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ പിന്നെയും നടപടിയൊന്നും സ്വീകരിച്ചില്ല. 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭൂമി ഏറ്റെടുക്കാൻ 25% തുക സംസ്ഥാന സർക്കാർ നൽകാമെന്ന് അറിയിച്ചു. 5000 കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി കേന്ദ്രത്തിന് കൈമാറിയത്. ഇതോടെ ഭൂമി ഏറ്റെടുക്കൽ ത്വരിതഗതിയിലായി. ഹൈവേ നിർമ്മാണം ആരംഭിച്ചു. ആദ്യം ടെൻഡർ പൂർത്തിയായ തലപ്പാടി മുതലുള്ള റീച്ചാണ് ആദ്യം പൂർത്തിയായത്. ടെൻഡർ ആരംഭിച്ച് 7 വർഷമെടുത്തു ആ റീച്ച് ഉദ്ഘാടനം ചെയ്യാൻ. 1972 പ്രഖ്യാപിച്ച ദേശീയപാത വികസിപ്പിക്കാൻ 30 മീറ്ററിൽ ഭൂമി ഏറ്റെടുത്തത് 30 വർഷം കൊണ്ടാണ്. പിന്നെയും ദേശീയപാത വികസനം വൈകിയത് 1/4 നൂറ്റാണ്ടോളമാണ്. അതായത് 1/2 നൂറ്റാണ്ട് വൈകി പൂർത്തിയാവുന്ന ഹൈവേയുടെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതാണ് തർക്കം. ഹൈവേ വികസനം വൈകാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാരുകളുടെ അവഗണന. ഹൈവേ റെയിൽ വികസനത്തിൽ കേരളത്തോട് എക്കാലവും ആ അവഗണന ഉണ്ടായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാൻ കൃത്യമായ നിയമമില്ലാതിരുന്നത് മറ്റൊരു കാരണമാണ്. അതാണ് ഭൂ ഉടമകളിൽ നിന്ന് എതിർപ്പുയരാൻ കാരണം. ഇതെല്ലാം ഉണ്ടായിട്ടും കേരളത്തിലെ ഭൂമി വില ചൂണ്ടിക്കാട്ടി തടസ്സമുന്നയിക്കുകയായിരുന്നു 2019 വരെ കേന്ദ്ര സർക്കാർ. അവിടെയാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും നേരിടേണ്ടി വരാത്ത സാമ്പത്തിക ബാധ്യത കേരളത്തിനുണ്ടായത്. ഭൂമി ഏറ്റെടുക്കാനുള്ള 25% തുക സംസ്ഥാനം കേന്ദ്രത്തിൽ നിന്ന് നൽകുകയായിരുന്നു. കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ഞെരുക്കാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് പിണറായി വിജയൻ സർക്കാർ ആ വലിയ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ആ തീരുമാനമെടുത്തത്. ശരിക്കും ആ തീരുമാനം തന്നെയാണ് 1/2 നൂറ്റാണ്ട് വൈകിയ ഹൈവേ വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമാവാൻ കാരണമായത് എന്ന് നിശ്ചയമായും പറയാം. ഹൈവേയുടെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുമ്പോൾ പക്ഷേ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചേ മതിയാകും. 1/2 നൂറ്റാണ്ടിലധികം ഹൈവേ വികസനം വൈകിയതിന് ആരാണ് ഉത്തരവാദികൾ? കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം കൊയ്യാൻ മാത്രം ഉതകുന്ന ടോൾ പാതകൾക്ക് പകരം ബദൽ വികസന നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചവരാരാണ്? ടോൾ പിരിക്കുന്ന ചുങ്കപ്പാതയിൽ എന്ത് ജനകീയ ബദലാണ് LDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? വർഷങ്ങളോളം കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരിച്ചിട്ടും യഥാസമയം ദേശീയപാത വികസനം നടത്താതിരുന്നതിന് കോൺഗ്രസിന് എന്താണ് മറുപടി? ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത രീതിയിൽ ഭൂമി ഏറ്റെടുപ്പിന് കേരളത്തിൽ നിന്ന് പണം വാങ്ങിയ കേന്ദ്ര നിലപാടിന് BJPക്ക് എന്ത് മറുപടിയാണ് ഉള്ളത്?